ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ 12 പ്രതികളുടെ ശിക്ഷയാണ് ഹൈക്കോടതി ഇന്ന് വിധിക്കുക. ഒന്നാം പ്രതി MC അനൂപ്. അനൂപാണ് ടി.പി. ചന്ദ്രശേഖരനെ കൊന്ന ഇന്നോവ ഓടിച്ചിരുന്നത്. മാത്രമല്ല കൊട്ടേഷൻ തുകയായ 1,11,500 രൂപ വാങ്ങിയതും അനൂപാണ്. നിലവിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്നു. വധശിക്ഷ നൽകുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഇന്നലെ കോടതി ചോദിച്ചിരുന്നു. ഒന്നും പറയാനില്ല എന്നായിരുന്നു MC അനൂപിൻ്റെ മറുപടി. രണ്ടാം പ്രതി കിർമാണി മനോജ് ഇന്നോവയിലെത്തി ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിയ ആൾ നിലവിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്നു. വീട്ടിൽ അമ്മ മാത്രമേയുള്ളൂ. പ്രായമായി, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് ആവശ്യം. മൂന്നാം പ്രതി കൊടിസുനി ടി.പി. ചന്ദ്രശേഖരനെ ആദ്യം വെട്ടിയവരിൽ ഒരാൾ നിലവിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്നു. കേസുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് ഇന്നലെ സുനി കോടതിയിൽ പറഞ്ഞത്. നാലാം പ്രതി TK രജീഷ് ഈ ഓപ്പറേഷന് വേണ്ടി മാത്രം മുംബൈയിൽ നിന്ന് വന്നയാൾ നിലവിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്നു. പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും കോടതിയിൽ ഇന്നലെ ആവശ്യപ്പെട്ടു. അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി കൊടിസുനിയുടെ ഉറ്റ സുഹൃത്ത്, കൊലയാളി സംഘത്തിലെ പ്രധാനി നിലവിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്നു. പ്രായമായ ഉമ്മയും ഭാര്യയും കൊച്ചുകുട്ടിയുമുണ്ടെന്നും ജോലി ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹമെന്നും ഇളവ് വേണമെന്നുമാണ് ഇന്നലെ മുഹമ്മദ് ഷാഫി കോടതിയിൽ പറഞ്ഞത്. ആറാം പ്രതി അണ്ണൻ സിജിത്ത് ഇന്നോവയിലെത്തിയ കൊലയാളി സംഘത്തിൽ ഒരാൾ ഭാര്യയും കുട്ടിയുമുണ്ടെന്നും പുറത്തിറങ്ങി ജീവിക്കാൻ അനുവദിക്കണമെന്നും കോടതിയോട് ആവശ്യപ്പെട്ടു. ഏഴാം പ്രതി KK ഷിനോജ് ടി.പി. ചന്ദ്രശേഖരനെ ഏറ്റവും കൂടുതൽ വെട്ടിയ പ്രതി നിലവിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്നു. വീട്ടിൽ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ എന്നും തനിക്ക് മറ്റാരുമില്ലെന്നും പരമാവധി ദയയുണ്ടാകണമെന്നും കോടതിയിൽ അപേക്ഷ. എട്ടാം പ്രതി KC രാമചന്ദ്രൻ കുന്നുമ്മക്കരയിലെ CPM നേതാവ് തെളിഞ്ഞത് ഗൂഢാലോചന കുറ്റം. രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായാണ് താൻ കേസിൽ പ്രതിയായതെന്നും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും രാമചന്ദ്രൻ കോടതിയിൽ പറഞ്ഞു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്. വലതു കണ്ണിന് കാഴ്ചയില്ല. അതുകൊണ്ട് പരമാവധി കോടതി ദയ കാണിക്കണമെന്ന് ഇന്നലെ അപേക്ഷിച്ചു. ട്രൗസർ മനോജ് കുന്നോത്തുപറമ്പിലെ CPM നേതാവ് തെളിഞ്ഞത് ഗൂഢാലോചന കുറ്റം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണ്. വീട്ടിൽ പ്രായമായ അമ്മ മാത്രം. അതുകൊണ്ട് കോടതി കനിയണമെന്ന് അപേക്ഷ. വാഴപ്പടച്ചി റഫീഖ് കൊലയാളികൾ സഞ്ചരിച്ച ഇന്നോവ കാർ സംഘടിപ്പിച്ചത് റഫീഖാണ്. തെളിഞ്ഞത് ഗൂഢാലോചന കുറ്റം. തനിക്ക് കേസുമായി ബന്ധമില്ലെന്നും രാഷ്ട്രീയ ബന്ധമില്ലെന്നും റഫീഖ് കോടതിയിൽ. KK കൃഷ്ണൻ ഹൈക്കോടതി ഗൂഢാലോചന കുറ്റം കണ്ടെത്തിയ പ്രതി. ഒഞ്ചിയത്തെ CPM നേതാവ് ടി.പി. ചന്ദ്രശേഖര നിന്റെ തല തെങ്ങിൻ പൂക്കുല പോലെ തെറിക്കും എന്ന് പ്രസംഗിച്ചതാണ് പ്രധാന തെളിവ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് കോടതി കനിയണമെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും ഇന്നലെ അപേക്ഷിച്ചു. ജ്യോതി ബാബു ഹൈക്കോടതി ഗൂഢാലോചന കുറ്റം കണ്ടെത്തിയ പ്രതി CPM പ്രവർത്തകൻ. കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിൽ ഹാജരായത് ആംബുലൻസിലാണ്. തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭാര്യയ്ക്കും മകനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്ന് ഇന്നലെ കോടതിയിൽ അഭ്യർത്ഥിച്ചു. അങ്ങനെ 12 പ്രതികളുടെ ശിക്ഷയാണ് ഇന്ന് അറിയാനിരിക്കുന്നത്.